ഭൂതവിദ്യയെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 18:10, 13 തിരുവചനങ്ങൾ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഭാവി ഫലം പറയുന്നവൻ, ശകുനം നോക്കുന്നവൻ, മന്ത്രവാദി, ആഭിചാരകൻ, മന്ത്രവിദ്യയാൽ ആളുകളെ ദ്രോഹിക്കുന്നവൻ, ആത്മാക്കളുടെ ഉപദേശം തേടുന്നവൻ്റെയോ ഭാവി പറയുന്നവൻ്റെയോ സഹായം തേടുന്നവൻ, മരിച്ചവരോട് ഉപദേശം തേടുന്നവർ എന്നിങ്ങനെയുള്ളവർ നിങ്ങൾക്കിടയിൽ കാണരുത്. എന്തുകൊണ്ട്? അതേ വാക്യം നമുക്ക് ഇതിനുള്ള ഉത്തരവും നൽകുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ ദൈവത്തിന് വെറുപ്പാണ്. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായിരിക്കണം. ഭൂമി ഉണ്ടാകുന്നതിന് ഒരുപാട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം ആത്മവ്യക്തികളെ അഥവാ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. യോബ് 38-ാമത്തെ അധ്യായം 4-6 തിരുവചനങ്ങളും വെളിപാട് 5-11 തിരുവചനങ്ങളും അതിന് ഒരു ഉദാഹരണമാണ്. ഈ ദൂതന്മാർക്കെല്ലാം തെറ്റും ശരിയും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നൽകിയിരുന്നു. എന്നാൽ അവരിൽ ചിലർ ദൈവത്തോട് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുകയും സ്വർഗത്തിൽ നിന്നും പടിയിറങ്ങിക്കൊണ്ട് ഭൂമിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഉൽപ്പത്തി 6-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം, 5-11 തിരുവചനങ്ങളും യൂദായുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായവും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ ദുഷ്ടദൂതന്മാർ ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വരുതിയിലാക്കി ആളുകളെ വഴിതെറ്റിക്കുമെന്ന് വിശുദ്ധമായി തന്നെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, ഭാവി അറിയാനുള്ള മനുഷ്യൻ്റെ സ്വാഭാവിക ആഗ്രഹത്തെ പോലും അവർ മുതലെടുക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ അമാനുഷിക ശക്തികൾ മനുഷ്യരെ സഹായിക്കുന്നതായും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വാസ്തവം മറ്റൊന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള സത്യം അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ അന്ധത വിതയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം, ബൈബിൾ പഠിപ്പിക്കുന്നത് ദുഷ്ട ആത്മാക്കളുമായുള്ള സമ്പർക്കം അത്ര നല്ലതൊന്നുമല്ലെന്നാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ, അതായത് ഇത്തരം കാര്യങ്ങൾ അവർ പഠിച്ചപ്പോൾ, മന്ത്രപ്രയോഗങ്ങൾ നടത്തിയിരുന്ന ധാരാളം പേർ അവരുടെ പുസ്തകങ്ങളെല്ലാം അവരുടെ കാൽക്കൽ കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞതായി വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം, യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം. നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നമ്മുടെ അധരങ്ങളെയും ഹൃദയത്തെയും കർത്താവായ യേശുവിൻ്റെ വചനം കൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നവരാകാം. മന്ത്രവാദം, കൂടോത്രം, ദുർമന്ത്രവാദം, ആഭിചാരം പോലുള്ള സാത്താനിക പ്രവർത്തികളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം. വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതി നാം വിശുദ്ധീകരിക്കപ്പെട്ടതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാപത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നത് വഴി നമുക്ക് അന്ധകാരത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവം പ്രകാശത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് യഥാർത്ഥമായ ജീവിതത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്തുകയും യേശുവിനെ മനസ്സിലാക്കുകയും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടും കൂടി ശരിയും തെറ്റും തിരിച്ചറിയാൻ ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് സാത്താൻ്റെ പല കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും പൈശാചിക ശക്തികളുടെ അരൂപികളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാനും സാധ്യമാകുന്നതാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും എല്ലാ തരത്തിലുമുള്ള പാപത്തിൽ നിന്നും അകറ്റി നിർത്തുവാനും
നിങ്ങളെ അനുഗ്രഹിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.